ജോനാഥന് മമ്മി പേടകം കിട്ടിയ വിവരമറിഞ്ഞ കെനഡി വില്യംസ്, വിൽഫ്രഡ്, മമ്മി പേടകം സായിപ്പ് കൊണ്ടുപോകരുത്. ഇല്ല ബോസ്. ഡാനിയൽ ജോൺസും മെർലിനും മമ്മി പേടകവുമായി കാറിൽ അൽമിനിയ പട്ടണത്തിലെ അവരുടെ ഫാക്ടറിയിലേക്ക് യാത്ര തിരിച്ചു. പെട്ടെന്നവർ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. ചുഴലിക്കാറ്റിന് നടുവിൽ ഒരു ഭീകരരൂപം. ഡാഡി, അത് കണ്ടോ? നോക്കൂ സാർ, നമ്മുടെ കാറിന് ചുറ്റും മാത്രമേ കൊടുങ്കാറ്റും പേമാരിയും ഉള്ളൂ. അപ്പുറത്തെങ്ങും നേരെ കാറ്റുപോലുമില്ല. ഇതെന്ത്? അന്ന് രാത്രി തന്നെ ജൊനാഥന്റെ ഫോൺ ശബ്ദിച്ചു. മൈക്കിൾ സ്ട്രോജ് ആയിരുന്നു. ജൊനാഥൻ, നിങ്ങൾ അറിഞ്ഞോ? ഡാനിയൽ ജോൺസന്റെ കാർ ആക്സിഡന്റായി. ഡ്രൈവർ കൊല്ലപ്പെട്ടു. മമ്മി പേടകം പണി തുടങ്ങിക്കഴിഞ്ഞു. എന്ത് അസംബന്ധം! ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഡാനിയൽ ജോൺസിന് ഉറക്കം വന്നില്ല. പെട്ടെന്ന് ജനാല തകർത്ത് ഒരു ഭീകരജീവി മുറിയിലേക്ക് കയറി വന്നു. എന്താ എന്താ ഡാഡി? ചെകുത്താൻ, അന്ന് കണ്ട അതേ രൂപം. എന്നിട്ട് എവിടെ പോയി? പെട്ടെന്ന് മെർലിന്റെ ഭാവം മാറി. അവൾ ഭ്രാന്തിയെ പോലെ അലറി, പിന്നെ സ്വയം വെടിവെച്ചു. മോളെ! മമ്മി പേടകം താണ്ഡവം തുടങ്ങി അല്ലേ ജോനാഥൻ? വിവരങ്ങളൊക്കെ സാർ അറിഞ്ഞു കഴിഞ്ഞോ? സർ, ഇതൊക്കെ യാദൃശ്ചിക സംഭവങ്ങളാണ്. അതിനെ മമ്മി പേടകവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് വിഡ്ഢിത്തമാണ്. വിഡ്ഢിത്തമാണെന്ന് താങ്കൾക്ക് തോന്നാം, പക്ഷെ സത്യമാണ്. ഇതിനു മുമ്പും മമ്മി പേടകങ്ങൾ ദുരന്തങ്ങൾ വിതറിയ കഥ പറയാനുണ്ട്. സർ, ഇതിനൊരു വിശദീകരണം ഫറവോയുടെ ശാപം എന്ന പുസ്തകത്തിൽ വാൻഡൻബർഗ് പറയുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. എന്താണത്? പിരമിഡുകളിലെ ശവകുടീരങ്ങൾ ബാക്ടീരിയയുടെ ഈറ്റില്ലമാണ്. ഈ ബാക്ടീരിയകളാകാം രോഗകാരണം. മാത്രമല്ല, പുരാതന ഈജിപ്തുകാർ വിഷപ്രയോഗത്തിൽ വിദഗ്ധരായിരുന്നു. പക്ഷേ അത് ശാസ്ത്രജ്ഞന്മാരുടെ അനുമാനങ്ങളാകാം. ശാസ്ത്രീയമായി ഇതുവരെ ഒന്നും തെളിയിച്ചിട്ടില്ല. അത് തെളിയിക്കാത്തിടത്തോളം കാലം മമ്മികളുടെ ശാപത്തിനെ നാം വിശ്വസിച്ചേ പറ്റൂ. 3000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഈജിപ്തിലെ ബാലരാജാവായ ടുട്ടൻഖാമന്റെ പിരമിഡുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം രോഗവും മരണവും നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കതിലൊന്നും വിശ്വാസമില്ല സാർ. ജൊനാഥന് അതിനുത്തരമില്ലായിരുന്നു. ഞാൻ ഇറങ്ങട്ടെ സാർ. മിസ്റ്റർ ജൊനാഥൻ, താങ്കൾ സൂക്ഷിക്കണം. വെറും അന്ധവിശ്വാസം, അല്ലാതെ എന്താ? എന്റെ ദൈവമേ! അന്ന് രാത്രി വീടിനും ഫാക്ടറിക്കും ചുറ്റും കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. വീടിന്റെ ഭിത്തിയിൽ വിള്ളലുകൾ വീണു. ഡാനിയൽ ജോൺസൺ അലറിക്കൊണ്ട് പുറത്തേക്കോടി. അയ്യോ, രക്ഷിക്കണേ! ശക്തമായ ഡൈനാമിറ്റ് വെച്ച് തകർക്കുന്നത് പോലെ ഫാക്ടറി കെട്ടിടവും അതിനോട് ചേർന്നുള്ള വീടിന്റെ ഒരു ഭാഗവും തകർന്നു. കുറെ ജോലിക്കാരും കൊല്ലപ്പെട്ടു. മമ്മി പേടകത്തിന്റെ ശാപത്തെക്കുറിച്ച് ഓരോ മുക്കിലും മൂലയിലും സംസാര വിഷയമുണ്ട്. സർ, താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഈ മമ്മിയെ സംബന്ധിച്ച് ശരിയാണ്. ആ ശാപം എന്നെയും പിടികൂടിയിരിക്കുന്നു. താങ്കൾ ഭയപ്പെടേണ്ട. മമ്മയുടെ കാര്യത്തിൽ ഒരു മുൻകരുതൽ എടുക്കാനാവില്ല. ശാപം നമ്മുടെ നേരെ തിരിഞ്ഞാൽ രക്ഷപ്പെടാൻ മാർഗവുമില്ല. ഞാൻ പ്രാർത്ഥിക്കാം. ടെൽമ, ഇനി അയാൾ മമ്മി പേടകം ന്യൂയോർക്കിൽ കൊണ്ടുപോകില്ല. യാദൃശ്ചികമായുണ്ടായ സംഭവങ്ങൾ മമ്മയുടെ ശാപം കൊണ്ടാണ് നാം മണ്ടൻ വിശ്വസിക്കുന്നു. അത് നമുക്ക് നല്ലതാണ് ബോസ്. അയാൾ ആ മമ്മി പേടകം ജൊനാഥന് തിരിച്ചു കൊടുക്കും. നമുക്കത് കൈവിട്ടു പോകാതെ നോക്കണം. ഞാൻ ഏറ്റു ബോസ്. സൈമണെയും വിൽഫ്രഡിനെയും ഇപ്പോൾ തന്നെ വിളിക്കാം. കടൽ നീരാളിയുടെ ഓഫീസിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഡാനിയൽ ജോൺസൺ കടന്നു വന്നു. അയാൾ ജൊനാഥനോട് തട്ടിക്കയറി. താങ്കൾ എന്നെ ചതിച്ചു. ശാപം പിടിച്ച മമ്മി പേടകം എൻ്റെ തലയിൽ കെട്ടിവെച്ചു. ആ കഥ ഞാൻ വൈകിയാണ് അറിഞ്ഞത്. സർ, സത്യത്തിൽ ഞാൻ നിരപരാധിയാണ്. എനിക്കൊന്നും അറിയില്ല. താങ്കൾ പേടകം മടക്കിയെടുത്ത് എൻ്റെ പണം തിരിച്ചു തരണം. ഒരാഴ്ച സമയം തരാം. ഇല്ലെങ്കിൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം നിങ്ങളറിയും. തരാം സാർ. എന്നാൽ ഇന്ന് തന്നെ ആ മമ്മി പേടകം എൻ്റെ വീട്ടിൽ നിന്ന് മാറ്റി തരണം. അത് കാരണം എൻ്റെ മോള് പോയി. എൻ്റെ ഫാക്ടറിയും വീടും തകർന്നു. നാളെ തന്നെ പേടകം മാറ്റാനുള്ള ഏർപ്പാടുകൾ ചെയ്യാം സാർ.